കോൺഗ്രസ് നിങ്ങൾക്ക് എഴുതി തള്ളാവുന്ന ഒരു പാർട്ടിയല്ല. 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ ഈ രാജ്യത്ത് അവസാനമായി നടന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലെ ആകെ വോട്ടുകൾ കൂട്ടിയാൽ BJP-യേക്കാൾ കൂടുതൽ വോട്ട് നേടിയ പാർട്ടി കോൺഗ്രസ് ആണ്. പോപ്പുലർ വോട്ടുകൾ BJP-യേക്കാൾ കൂടുതൽ കോൺഗ്രസിനാണ് കിട്ടിയത്. ഈ ഹിന്ദി ഹാർട്ട്ലാൻഡ് സംസ്ഥാനങ്ങളിലും അവർക്ക് 40% മുകളിൽ വോട്ട് 3 സംസ്ഥാനങ്ങളിലും ഉണ്ടായി. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഞാൻ ഈ പറഞ്ഞ 3 സംസ്ഥാനങ്ങൾ എടുക്കൂ. ബീഹാർ, അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര 48ഉം 40ഉം 42ഉം സീറ്റുകളൊക്കെയുള്ള സംസ്ഥാനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ 100-ലധികം 120-ലധികം MP-മാരെ സംഭാവന ചെയ്യുന്ന ഈ 3 സംസ്ഥാനങ്ങളിലും BJP-ക്ക് സീറ്റ് കുറയാനിടയുള്ള സാഹചര്യമാണ്. പ്രത്യേകിച്ച് അവിടെ ഇന്ത്യ മുന്നണി ശക്തമാകുന്ന സാഹചര്യമാണെങ്കിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ യാത്ര നടത്തുന്നു. അവര് പരമാവധി വിട്ടുവീഴ്ച സഖ്യ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ BJP-ക്ക് എളുപ്പമാവില്ല. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാജസ്ഥാനിൽ ഞങ്ങൾ വലിയ കക്ഷിയിലെന്ന് വെച്ചാൽ 25 സീറ്റും നിങ്ങൾക്കാണ്. 25 കൂടുതൽ സീറ്റ് അവിടെ നിന്ന് കിട്ടാൻ പറ്റില്ല. ഗോകുൽനാഥിന്റെ ഒരു സീറ്റ് ഒഴിച്ചാൽ 28-ൽ 29 മധ്യപ്രദേശിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. അവിടെ ഒന്നും ഇനി കൂടാനില്ല. അപ്പോൾ പോവാനുള്ള സംസ്ഥാനങ്ങൾ ഈ സംസ്ഥാനം ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, കേക്ക് വാക്കാണെന്നൊന്നും വിചാരിക്കേണ്ട. അവിടെയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യക്ക് എക്രോസ് ആയിട്ടൊരു യാത്ര നടത്തുന്നത്. അവരുടെ മുന്നണി ശക്തിപ്പെടാൻ പോകുന്നത്. ചില്ലറ കളിയൊന്നുമല്ല കേട്ടോ. ഞാൻ അഭിലാഷിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. വ്യക്തിപരമായിട്ട് ആരെയും പരിഹസിക്കാനോ വ്യക്തിപരമായിട്ട് ആരെയും മോശമാക്കി സംസാരിക്കുകയോ ചെയ്യുന്നത് ചാനൽ ചർച്ചയിൽ എൻ്റെ പതിവല്ല. ഞാനത് പറഞ്ഞിട്ടില്ല. അഭിലാഷും അത് ശ്രദ്ധിക്കണം. കാരണം ഞാൻ അടിയന്തരാവസ്ഥയിലെ രാക്ഷസീയതയെക്കുറിച്ചാണ് പറഞ്ഞത്. അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത് എന്ന വാക്കുപയോഗിച്ചിട്ടില്ല. ഞാൻ ആ അടിയന്തരാവസ്ഥയിൽ രാക്ഷസീയതയുണ്ടായി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ രാക്ഷസീയതയെ ഞാൻ താടക എന്ന് ഉദ്ധരിച്ചു എന്ന് മാത്രം. പിന്നെ വ്യക്തിപരമായിട്ട് എന്നെ പറയുന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തിരിച്ചും പറയാം. ശബരിമലയിൽ ധാരാളം മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളെ വെച്ച് എനിക്കും പറയാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അല്ല, ഒരു മിനിറ്റ്, അത് കൃത്യമായി പറഞ്ഞിട്ട് വിടുന്നതാണ് നല്ലത്. ഞാൻ പ്രധാനമന്ത്രിയെ അല്ല പറഞ്ഞത്. എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ ഇന്ദിരാഗാന്ധിയെ അല്ല പറഞ്ഞത്. ഞാൻ ആ രാക്ഷസീയതയെക്കുറിച്ചാണ് പറഞ്ഞത്. വളരെ കൃത്യമായിട്ട് ഞാനത് ക്ലാരിറ്റിയോടുകൂടി പറയുന്നു. ഞാൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അങ്ങനെ പറയുന്ന ഒരു ക്യാരക്ടറല്ല ഞാൻ. വ്യക്തിപരമായിട്ട് ആരെയും പരിഹസിക്കുന്നത്, നിങ്ങളുടെ ചർച്ചയിൽ ഞാനായിട്ട് ആരെയും അങ്ങനെ പരിഹസിക്കുന്നത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറയും, അത് കേൾക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ഈ പ്രതിപക്ഷ ഐക്യം വന്നു കഴിഞ്ഞാൽ BJP-ക്ക് വലിയ ദോഷമാണ് എന്ന രീതിയിലാണ് നമ്മുടെ നിരീക്ഷകൻ്റെ ഒക്കെ അതുപോലെ ലിസി മാത്യുവിൻ്റെ ഒക്കെ അഭിപ്രായമുണ്ടായത്. ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ 1977 ഒരു പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ ജനങ്ങൾ ഒരു പ്രതിപക്ഷത്തെ പ്രതീക്ഷിക്കുന്ന കാഴ്ചപ്പാട് ഇപ്പോൾ ഉണ്ടോ? 1987 ഒരു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന തോന്നൽ ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടോ? അങ്ങനെ ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കാരണവശാലും നരേന്ദ്രമോദിക്ക് ഭാരതത്തിൻ്റെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ കഴിയില്ല. ഭാരതത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ, നേരത്തെ ലിസി മാത്യു പറയുന്നത് കേട്ടു, നരേന്ദ്രമോദിക്ക് പോലും ഇങ്ങനെ ഒരു യാത്ര നടത്താൻ പറ്റില്ല. യാത്ര നടത്തേണ്ട ആവശ്യമില്ല നരേന്ദ്രമോദിക്ക്. കാരണം ഭാരതത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ് നരേന്ദ്രമോദി. ആരാണ് ഒരു സർവേ, ഇന്ത്യയിലൊരു സർവേ ഏത് മാധ്യമം വേണമെങ്കിൽ നടത്തിക്കോട്ടെ, ഇന്ത്യയിൽ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ ആ സർവേയിൽ 65% അല്ലെങ്കിൽ 60% അഥവാ എബോവ് 50% ആ സർവേയിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാവ് നരേന്ദ്രമോദിയാണ്. അതിന് ഞങ്ങൾക്ക് യാത്ര നടത്തേണ്ട ആവശ്യമില്ല. ജനഹൃദയത്തിൽ ഞങ്ങളുണ്ട്. ജനഹൃദയത്തിലില്ല. വരേണ്യവർഗ കുമാരനായി അറിയപ്പെടുന്നവർക്കൊന്നും അങ്ങനെ ജനഹൃദയത്തിൽ സ്വാധീനമില്ല. അവർക്ക് യാത്ര നടത്തേണ്ടി വരും. അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം. 1977 ഒരു പ്രതിപക്ഷം എന്താണ്? 77 അവിടെയാണ് അടിയന്തരാവസ്ഥ വരുന്നത്. അടിയന്തരാവസ്ഥയുടെ രാക്ഷസീയത. അന്ന് ഒരു പ്രതിപക്ഷ ഐക്യം വേണമെന്നുണ്ടായിരുന്നു. ആ പ്രതിപക്ഷ ഐക്യം ഇന്ന് ആവശ്യമില്ല. 1987 പ്രതിപക്ഷത്തിൻ്റെ ഐക്യം ആവശ്യമുണ്ടായിരുന്നു. ആ ഐക്യം ഇന്ന് ആവശ്യമില്ല. ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ പ്രതിപക്ഷം ഐക്യമുണ്ടാക്കി ഭരണപക്ഷത്തെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് കൂടുതൽ സീറ്റ് ഭരണപക്ഷത്തിന് നൽകണം എന്നാണ് ഇന്നത്തെ ജനങ്ങളുടെ, ഇന്നത്തെ ഭാരതത്തിലെ വോട്ടേഴ്സിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഈ 3 സ്ഥലത്തും ഭാരതീയ ജനതാ പാർട്ടി ജയിച്ചത്.
അതാണ് ഒന്നാമത്തെ പോയിന്റ്. ദെൻ രണ്ടാമത്തെ പോയിന്റ് ഞാൻ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് ഒരു പാൻ ഇന്ത്യ പാർട്ടിയാണ്, യാതൊരു സംശയവുമില്ല. കോൺഗ്രസ് കൂടുതൽ സീറ്റ് നേടി കോൺഗ്രസ് രംഗത്ത് വരണം. അതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടിയാൽ കോൺഗ്രസ് ഒരു നല്ല പ്രതിപക്ഷമാവും. അതിനേക്കാൾ കൂടുതൽ സീറ്റ് കോൺഗ്രസ് നേടിയാൽ കോൺഗ്രസിന് ഭരിക്കാം. അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ നമ്മൾ എടുക്കണം. സൗത്ത് ഇന്ത്യ മാറ്റി നിർത്തിയാൽ വെറും നോർത്ത് ഇന്ത്യ മാത്രം വെച്ചുകൊണ്ട് തന്നെ ഇവിടെ ഭരിക്കാൻ കഴിയുന്ന ഭൂരിപക്ഷം ഉണ്ടാക്കാനായിട്ട് കഴിയും. ഞാൻ വേണമെങ്കിൽ ഒരു കണക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ഇപ്പോൾ ഗുജറാത്ത് ആയാലും രാജസ്ഥാൻ ആയാലും ഹരിയാനയിലായാലും ഉത്തരാഖണ്ഡിലായാലും ഹിമാചലായാലും ഈവൻ ഡൽഹിയിലായാൽ പോലും കോൺഗ്രസ് വട്ടപൂജ്യമാണ്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഈ ഭാഗത്തെ മാത്രം നമ്മൾ കണക്കിലെടുത്ത് വന്നാൽ തന്നെ 50% മുതൽ 62% വരെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഇന്ന് ബി ജെ പിക്ക് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ബി ജെ പി വേഴ്സസ് ബി ജെ പി ഇതര കക്ഷികൾ ഒരുമിച്ച് നിന്നാൽ ഇവിടെ എല്ലാം തന്നെ ബി ജെ പിക്ക് കിട്ടുന്നത് എബോവ് 50% ആണ്. അപ്പോൾ എബോവ് 50% വോട്ട് നേടുന്നിടത്തോളം കാലം ബി ജെ പിയെ തകർക്കാൻ ഈ സഖ്യങ്ങൾക്ക് കഴിയില്ല. ഒന്ന്. രണ്ട്, മൂന്നാമത്തത്, ആരാണ് ഈ സഖ്യത്തിൻ്റെ തലവൻ? ഈ സഖ്യത്തിനൊരു പ്രതിപക്ഷ നേതാവുണ്ടോ? ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ, അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാവ് ഇതാണ് എന്ന് പറയുന്നുണ്ടോ? അവിടെ തൃണമൂൽ പറയുന്നത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു തൃണമൂലിൻ്റെ മമതാ ബാനർജിയാണ്. നിതീഷ് കുമാർ പറയുന്നു നിതീഷ് കുമാറാണ്. ചിലർ പറയുന്നു ഖാർഗെയാണ്, ചിലർ പറയുന്നു രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ ആരെയാണ് ഒരു നേതാവായി കാണുക? ഒരൊറ്റ പോയിന്റിൽ ഞാൻ നിർത്താം, ഒരു പോയിന്റിൽ അവസാനിപ്പിക്കാം. ആരാണ് നേതാവ്? നേതാവില്ല. ഒരു ഒരുമയുണ്ടോ? ഒരു പ്രത്യയശാസ്ത്രമുണ്ടോ? എന്താ പ്രത്യയശാസ്ത്രം? ഈ മോദിക്കെതിരെ അതാണോ പ്രത്യയശാസ്ത്രം? മോദിയുടെ ഗ്യാരണ്ടിക്കെതിരെ അതാണോ പ്രത്യയശാസ്ത്രം? അതാണ് പ്രത്യയശാസ്ത്രമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് അത്ര പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബി ജെ പി വേഴ്സസ് ബി ജെ പി വിരുദ്ധർ ഒരുമിച്ച് കൂടിയാൽ ബി ജെ പി വിൽ ഗെറ്റ് മോർ ദാൻ 50% വോട്ട്. 50% കൂടുതൽ വോട്ട് നേടുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ശതമാനത്തിലേറെ വോട്ട് നേടുന്ന നിരവധി സംസ്ഥാനങ്ങളുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്പർ ഗെയിമിൽ മതിയാകുമോ എന്നുള്ളതാണ് നമ്മൾ മെയ് മാസത്തിൽ അറിയാൻ പോകുന്ന ചോദ്യം. 50% കൂടുതൽ ഇപ്പോ വിവിധ റേറ്റിംഗ് ഏജൻസികൾ അനുസരിച്ചുള്ള സംസ്ഥാനങ്ങളുണ്ട്. അവിടങ്ങളിലൊക്കെ ഗോപാലകൃഷ്ണൻ, നിങ്ങളൊരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ കൂടുതൽ കിട്ടാനില്ല. 29, 28 ഒക്കെ കിട്ടിയെടുത്തതിന് അതിൽ കൂടുതൽ കിട്ടാനില്ല. ഞങ്ങൾ ഇപ്രാവശ്യം ഒരു മിനിറ്റ് ഞങ്ങൾ ഇപ്രാവശ്യം 400 സീറ്റിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 400 സീറ്റ്, അതിൽ 135 സീറ്റ്, ഒറ്റ പോയിന്റിൽ നിർത്താം. 135 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനത്തോ ക്ലോസ് ടു 2ാം സ്ഥാനത്ത് നിൽക്കുന്നതുണ്ട്. ക്ലോസ് ടു വിക്ടറിയുടെ ഒപ്പം നിൽക്കുന്ന 135 സീറ്റുകളുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ. ആ 135 സീറ്റുകളെ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. 400 സീറ്റാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരു കാര്യം ഞാൻ പറയാം, ഇന്ത്യ സഖ്യം ഇന്ത്യക്ക് നാണക്കേടാവും. ശരി, ഓക്കെ.